എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം അതിനായിട്ട് ഞാൻ 450 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടിയത് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഈ ഗരം മസാല നമ്മുടെ പൊടിയല്ല ചേർക്കേണ്ടത്, ഇത് പൊടിച്ച് തന്നെ ചേർക്കണം. എന്നാലാണ് നമ്മുടെ സ്റ്റൂവിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളത്. ചിക്കൻ ആയാലും മട്ടൺ ആയാലും വെക്കുമ്പോൾ ഈ നമ്മുടെ ഗരം മസാല പൊടിച്ച് തന്നെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 5 ഏലക്ക, ഒരു തക്കോലം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടായതിനു ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് എന്ന് വെച്ചാൽ ഒരു സവോള വളരെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 2ാം തേങ്ങാപ്പാലും ഇത് 1ാം തേങ്ങാപ്പാലുമാണ്. തേങ്ങാപ്പാൽ വേർതിരിക്കുന്ന വീഡിയോ ഞാൻ ഡോണ കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ ഞാൻ ഗരം മസാല പൊടിക്കുള്ളത് ഫ്രൈ ചെയ്യുവാണ്. ഒന്ന് ചൂടായ മാത്രം മതി. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ സ്റ്റൂവിന് നല്ലത്. അപ്പം ഇതിലോട്ട് ആദ്യം ഞാൻ പച്ചമുളക് ചേർക്കുവാണ്. ഒരല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മതി. സവോളയും കൂടി നമുക്ക് ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവോള ഒന്ന് വഴണ്ടാൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട. പിന്നെ ഇതിലോട്ട് കറിവേപ്പില ചേർക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കറിവേപ്പില അങ്ങനെ ചേർക്കാറില്ല. ചേർക്കുവാണെങ്കിൽ വളരെ കുറച്ച്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2ഓ 3ഓ കറിവേപ്പില മാത്രം ചേർത്താൽ മതി. സാധാരണ ചിക്കൻ സ്റ്റൂവിന് അങ്ങനെ കറിവേപ്പില ചേർക്കാറില്ല. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ പറ്റിയിട്ടുള്ള കമൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇതിലും കൂടുതൽ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അത് ആർക്കെങ്കിലും അത് ഉപകാരപ്രദം, എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് എഴുതുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും. അപ്പം ഞാൻ കണ്ട രീതി, ഞാൻ പഠിച്ച രീതിയിലാണ് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ല റെസിപ്പിയാണ്, അതും വളരെ നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കാത്തവർ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതേപോലെ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അതും വളരെ നല്ലതാണ്. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഡോണ കിച്ചനെ പറ്റിയിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഡൗട്ടോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ മറുപടി പറയുന്നതായിരിക്കും. അപ്പം ചിക്കൻ സ്റ്റൂ അല്ല, ബ്രെഡ് ചിക്കൻ സ്റ്റൂ ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഈ തേങ്ങാപ്പാൽ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്ന് പലരും സ്റ്റൂ ഉണ്ടാക്കാൻ മടിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പൊടികൾ, അതായത് കൊക്കനട്ട് പൗഡർ അല്ലെങ്കിൽ നട്ട് മിൽക്കൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് അതിനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. സാധാരണ ചിലർ ചിക്കൻ കുക്കറിലിട്ട് വേവിക്കും, അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം കിട്ടുന്നതൊക്കെ ഹോർമോൺ ചിക്കൻ അല്ല, അത് പെട്ടെന്ന് വേവും. അതല്ല നിങ്ങളുടെ കയ്യിരിക്കുന്നത് നാടൻ കോഴിയാണെങ്കിൽ മാത്രം കുക്കറിലിട്ട് അടിച്ച് വേവിച്ചാൽ മതി. അത് 90% വെന്താൽ മതി. കാരണം പിന്നെ നമ്മൾ തേങ്ങാപ്പാലിട്ട് വേവിക്കുമ്പോൾ അത് ഒത്തിരി വെന്ത് പോവും. ആ ഒരു കണക്ക് വേണം ചിക്കൻ കുക്കറിലിട്ട് വേവിക്കാനായിട്ട്. ഇപ്പം ഞാൻ കുക്കറിലിട്ടൊന്നും വേവിക്കുന്നില്ല, ഇതിൽ തന്നെ ചിക്കൻ വേവാനായിട്ടാണ്, തേങ്ങാപ്പാലിട്ട് തന്നെ വേവാനാണ്. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴങ്ങിയിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പൊടികൾ ചേർക്കാൻ പോവാണ്. 1/2 ടീസ്പൂൺ പൊടിച്ച ഗരം മസാലയാണ്,
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏലക്കായുടെ തരി കാണും, അതിൻ്റെ തോട് കാണും. അത് കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക്. ഈ കുരുമുളക് പൊടി ഒന്ന് ചതച്ചാൽ മതി, ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത്. അപ്പം നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ ചേഞ്ച് ആയിപ്പോവും. കുരുമുളക് ഒന്ന് ചതച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് കടിക്കുകയും വേണം, അപ്പം നല്ല ടേസ്റ്റുമാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. 2 തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഇത് നീ അടച്ച് വെച്ച് ഇത് വേവട്ടെ. സാധാരണ എല്ലാവരും ഈ 2 തേങ്ങാപ്പാലിനോട് കുറുകാനായിട്ട് ഒന്നെങ്കിൽ മൈദയോ കോൺഫ്ലോറോ അല്ല അരിപ്പൊടിയോ ചേർക്കാറുണ്ട്. ഇതിപ്പോൾ കുറുകാനായിട്ട് നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ 2-3 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകും. അപ്പോൾ എല്ലാവരും കുറുകാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ഇടുമ്പോൾ ഓർക്കുക, ഒരുപാട് ഉപ്പ് കൂടി പോകരുത്. നമ്മുടെ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോൾ. അപ്പോൾ ആ ഒരു കണക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇത് അടച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി, ഞാൻ തുറന്ന് നോക്കട്ടെ. തേങ്ങാപ്പാൽ എടുക്കുമ്പം നല്ല ഫ്രഷ്, അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് അത് നോർമൽ ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പിരിഞ്ഞു പോവും. ഇങ്ങനെ പാല് പിരിഞ്ഞതായിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുക്കാത്തതുകൊണ്ടാണ്. ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഞാൻ ചെറിയ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് അറിയില്ലായിരിക്കും. അറിയാവുന്നവർ പലരും കാണും, അറിയാൻ മേലാത്തവർ ഒരുപാട് പേരുണ്ട്. പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ. ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തോ നോക്കട്ടെ. ഇച്ചിരിയും കൂടെ വേവണുണ്ട്. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കുറുകും. അപ്പം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ സ്റ്റൂവിൻ്റെ കളർ കണ്ടോ, അത് ഇങ്ങനെ ആകണം കളറ്. വേറെ നമ്മുടെ കയ്യിരിക്കുന്ന ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കളറ് വളരെ അങ്ങ് മാറിപ്പോവും. ഇതാണ് സ്റ്റൂവിൻ്റെ ശരിക്കുള്ള കളറ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ. അപ്പം നമുക്ക് 1 പാൽ ഒഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ കറിക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അതേ കറി നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മൈദയോ അരിപ്പൊടിയോ കോൺഫ്ലോറിലോ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മുടെ അതേ കറി കുറുകിയത് കണ്ടോ. ഇതിനകത്ത് ഞാനൊരു 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിക്കുകയാണ്. നമ്മളെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ 1 പാൽ ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. 1/2 കപ്പ് 1 പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഒരു 2-3 ടീസ്പൂണോടെ തേങ്ങാപ്പാലുണ്ട്, അതിപ്പോൾ ഒഴിക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം ഇത് കറിക്ക് കുറുകലുണ്ട്. അപ്പം 1 തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി. അതിന് ശേഷം തീ ഓഫ് ചെയ്യണം. എന്നിട്ട് 1-2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പത്തിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റൂ. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഡോണ കിച്ചണിൽ വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.